അയാളൊരു പാട്ടുകാരനാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം വേടൻ നല്ലൊരു സംഗീതക്കാരനാണ്. ആ സംഗീതം ആസ്വദിക്കുന്ന വലിയ തരത്തിൽ ന്യൂ ജനറേഷൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന്. എനിക്ക് തോന്നുന്നത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൽ നിന്ന് വിമുക്തി നേടാൻ ഇന്നുള്ള എനിക്ക് നേരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഉപകരിക്കും, ഞാനതൊരു സന്നദ്ധനാണ് എന്നുള്ളത് വേടൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഒരു പരിപാടിയിൽ ഈ അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ ലഹരി കഴിക്കുന്നുണ്ടോ നോക്കിയിട്ടല്ല പരിപാടികൾ നിശ്ചയിച്ചത്. അദ്ദേഹം ഈ ഗാനരംഗത്ത് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ന്യൂ ജനറേഷൻ പൊതുവെ ആകർഷിക്കുന്ന നല്ലൊരു സംഗീതത്തിലാണ്, പാട്ടുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത്. അത് തന്നെ അദ്ദേഹം തിരുത്തപ്പെടുന്നതിനോട് നിലപാട് സ്വീകരിക്കും. നമ്മളത്തരത്തിൽ മദ്യപിച്ചു പോയവർ മദ്യപിക്കുന്നവരെ തീർത്ത് ലഹരി വിമുക്ത കേരളം, നമ്മുടെ നാടിനെ ആകെ ലഹരിയില്ലാത്ത ഒരു നാടാക്കി മാറ്റി തീർക്കണം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെപ്പോലും ഈ മയക്കുമരുന്ന് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുകയാണ്. ഇന്നുണ്ടാക്കുന്ന ചിലതെല്ലാം ശാസ്ത്ര സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മയക്കുമരുന്നുകളാണ്. അത് വലിയ ശാസ്ത്രത്തെ തന്നെ ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് ഉയർന്നു വരാൻ വേണ്ടി കഴിയും. അപ്പോൾ ആറ്റം മനുഷ്യൻ്റെ കഴിവിൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. ആറ്റം ഗുണകരമായ വശം, ആറ്റം നശീകരണത്തിൻ്റെത്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഗുണത്തിൻ്റെയും നാശത്തിൻ്റെയും അംശങ്ങളുണ്ട്. അതുകൊണ്ട് ലഹരി വിമുക്തമായ നാടാക്കുക, ശാസ്ത്രത്തെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ, ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ എല്ലാ രംഗത്തുമുള്ളവർ ശ്രദ്ധിക്കുക. അങ്ങനെ ജനങ്ങളിലൊരു ബോധവൽക്കരണത്തിലൂടെ ലഹരി വിമുക്തമായൊരു നാട് സൃഷ്ടിച്ചാൽ തീർച്ചയായും നമുക്ക് വളരെ വളരെ മെച്ചമുണ്ടാകും. നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ ബുദ്ധിപരമായി അവരുടെ ചിന്താശക്തിയെ മരവിപ്പിച്ചുകൊണ്ട് പല വഴികളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ കരുത്തും ശക്തിയും ബുദ്ധിയും രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ ലഹരി വിമുക്തമായൊരു നാടായി എല്ലാവരെയും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.